താലി. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. ദിവസങ്ങൾ ആരെയും കാക്കാതെ പാഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നു. ഇതിനിടയിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം ശ്രീകുട്ടിയെ മൊത്തത്തിൽ സന്തോഷിന് ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പൊ വന്ന് ഊണും ഉറക്കവും വരെ മേലമ്പടത്താണ്. ആദ്യമൊക്കെ നീലനും ശ്രീകുട്ടനും വഴക്കു പറയായിരുന്നെങ്കിലും ഇപ്പൊ പിന്നെ അവരും ഏതാണ്ട് തോറ്റ മട്ടാണ്. ഏതാണ്ട് കൈകൂപ്പി തന്നെ പിൻവാങ്ങിയെന്ന് പറയാം. ഇപ്പൊ പിന്നെ ആ നാട്ടിൽ മിത്രയുടെ ഇരട്ട സഹോദരിയാണിപ്പോൾ ശ്രീകുട്ടി. സന്തോഷമാണെങ്കിലും മായയാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ മകളെന്ന് തന്നെയാണ് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതും. ഈയിടെയായി സാധാരണ ഞായറാഴ്ചകളിൽ എവിടെയെങ്കിലും ഒരിടത്താണിപ്പോൾ ആഹാരം ഉണ്ടാക്കുക. ഇന്ന് നീലന്റെ നിർബന്ധപ്രകാരം എല്ലാരും കൂടി നീലാംബരിയിലാണ് ഒത്തുകൂടിയത്. ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ കപ്പയും പോത്തും. അടുക്കളയിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ശ്രീകുട്ടി, ആ കൊച്ചുള്ളി നീ ഒന്ന് നന്നാക്കി തന്നേ. ഇവിടെ എന്നെ നന്നാക്കുന്നത് പോരാഞ്ഞിട്ടാണോ ഇനി കൊച്ചുള്ളിയും കൂടി നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? കഷ്ടം തന്നമ്മ, കഷ്ടം. അത്യാവശ്യം പുച്ഛം കലർത്തി ശ്രീകുട്ടി സതിയെ ഒന്ന് നോക്കി. ദേ പെണ്ണെ, കൈവാക്കിന് നിൽക്കുവാ നീ, ഒന്ന് വെച്ചു തരും ഞാൻ. ഉവ്വ, ഞാനേ ഇപ്പൊ പഴയ ലോക്കൽ ചാനലൊന്നുമല്ല, ഇന്റർനാഷണൽ ആണ്. എന്നെ ഒന്ന് തൊട്ടു നോക്ക്, അപ്പോ അറിയാം ഈ ശ്രീകുട്ടിയുടെ ഒരു പവർ. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ എന്റെ സ്വന്തം അച്ഛനായ സന്തോഷച്ചനും സ്വന്തം അമ്മയായ മായമയും കൂടി നിങ്ങളെ തട്ടിക്കളയും. ഹാ, പറഞ്ഞില്ലെന്ന് വേണ്ട. അവൾ പാതകത്തിൽ നിന്നും ചാടിയിറങ്ങി പുറത്തേക്ക് പോയി. ഇത് കടിക്കോ? നീലൻ സതിയെ നോക്കി ചോദിച്ചു. മിക്കവാറും നിങ്ങളുടെ അല്ലേ മോൾ? സതി മുഖം വെട്ടിത്തിരിച്ച് മായയെ നോക്കി കണ്ണടച്ചു കാണിച്ചു. നീ ചിരിക്കണ്ട മായ, നീയും ഇവനും കൂടിയാ ഇപ്പോ ആ പെണ്ണിനെ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാ എനിക്കൊപ്പം അടുക്കളയിൽ കയറണമല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ആ പെണ്ണ് മിക്കവാറും ദിവസവും അങ്ങോട്ടേക്ക് ചാടുന്നത്. എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ പിന്നെ ആഴ്ച ഒന്ന് കഴിയണം അവളുടെ ആ ദർശനം ഒന്ന് കിട്ടാൻ. കൊച്ചുകുട്ടിയല്ലേടി, വിട്ടുകള. സന്തോഷ് സതിയുടെ കയ്യിൽ നിന്നും കത്തി വാങ്ങി കപ്പ പൊളിക്കാൻ തുടങ്ങി. ഉവ്വ, കൊച്ചുകുട്ടി. എടി സത്യമാ, അവളും 5ൽ പഠിക്കുന്ന ദേവൂട്ടനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇന്നലെ രാത്രി കറണ്ട് ഇല്ലായിരുന്നല്ലോ, എല്ലാവരും തിണ്ണയിലാ കിടന്നേ. അമ്മയ്ക്കാണെങ്കിൽ ഈ ഗുളിയൊക്കെ കഴിക്കുന്ന കാരണം നല്ല ചൂടാ ശരീരത്തിന്. അതുകൊണ്ട് അമ്മ വെറും നിലത്ത് തലയണയിട്ട് കിടന്നു. നോക്കിയപ്പോ ഇവളും ദേവൂട്ടനും കൂടെ അമ്മയ്ക്കൊപ്പമേ കിടക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരേ വഴക്ക്. അവസാനം ആരെയും വഴക്ക് പറയാതെ അമ്മ രണ്ടിനും ശരിക്ക് കൊടുത്തു. അങ്ങനെ അവസാനം അച്ചമ്മ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടാ രണ്ടെണ്ണോ ഇന്നലെ കിടന്നുറങ്ങിയത്. അവൾ അവൾ ശല്യമാകുന്നുണ്ടോടാ സന്തോഷേ? നീലന്റെ വാക്കുകളിൽ ഒരച്ഛന്റെ എല്ലാ ആവലാതിയും ആ നിമിഷം ഉണ്ടായിരുന്നു. ഒന്ന് പോയേ നീല, അവളുണ്ടെങ്കിൽ ഒരു ഐശ്വര്യമാ. ഒച്ചപ്പാടും ബഹളവും തല്ലും വഴക്കും, ആകെ ഒരു മേളമാ വീട്ടിൽ, അല്ലേ മായേ? സത്യം, അവിടെ ഒരെണ്ണം ഉള്ളതും ഇല്ലാത്തതും സതിക്കറിയാലോ. ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ്റ്റാറ്റാണ് മിത്തു. നല്ല പരിചയമുണ്ടെങ്കിൽ ഒരു മനുഷ്യനോട് ഒരു വാക്ക് വീടില്ല. എന്റെയൊക്കെ ബന്ധുക്കൾ വന്നാൽ എന്തൊക്കെ ചോദിക്കട്ടെ, ഒരു ചിരി, അല്ലേ ഈ സന്തോഷേട്ടനെ പോലെ ഒരു തലയാട്ടൽ, അവിടെ തീർന്നു എല്ലാം. അതേസമയം കഴിഞ്ഞ ആഴ്ച ഏനമ്പടിയെന്ന് നാത്തൂനൊക്കെ വന്നപ്പോ ശ്രീകുട്ടി ഉണ്ടായിരുന്നോണ്ട് എന്ത് ചിരിയും ബഹളവും ആയിരുന്നെന്നോ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ മിത്തുവിനെ കൊണ്ടു ചെന്നില്ലേലും ശ്രീകുട്ടിയെ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞിട്ടാ എല്ലാരും ഇറങ്ങിയെ. അത്രയ്ക്ക് നല്ലതാ എന്റെ മോള്. ശ്രീകുട്ടിയെ കുറിച്ച് പറയുമ്പോ മായയുടെയും സന്തോഷിന്റെയും സ്നേഹം ഓരോ വാക്കുകളും തുളുമ്പി നിൽക്കുന്നത് നോക്കിക്കാണുകയായിരുന്നു നീലനും സതിയും. നീ അവളെ ഇങ്ങനെ തലയിലെടുത്ത് വെക്കല്ലേ മായേ, അല്ലേലേ അവൾക്ക് ഇമ്മിണി വാലുണ്ട്. ചേട്ടാ, മായ നീലൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത പോലെ അയാളെ നോക്കി വിളിച്ചു. ഓ ശരി, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. കയ്യും കൂപ്പി പറഞ്ഞുകൊണ്ട് നീലൻ പോത്തു നുറുക്കാനായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്റെ മായ, അവൾക്കൊരു ചായ പോലും നേരാവണ്ണം ഇടാനറിയില്ല. അറിയോ നിനക്ക്? ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ കെട്ടിയോളൊന്നും എടുത്തു കൊടുത്തില്ലേലും സ്വന്തം കാര്യമെങ്കിലും നോക്കണ്ടേടി. അതൊക്കെ എന്റെ കൊച്ചു നോക്കിക്കോളും. ഇനിയിപ്പൊ അതും പറ്റിയില്ലേൽ കെട്ടിയോനെ കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചോളാം എന്റെ കുട്ടി, അല്ലയോടി? അടുക്കളയിലേക്ക് കയറി വന്ന അച്ചമ്മ ശ്രീകുട്ടിയെ ചേർത്ത് നിർത്തി പറഞ്ഞു. പിന്നല്ല, അല്ലേലും എന്റെ അച്ചമ്മ പൊളിയാ. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മയും കൊടുത്തുകൊണ്ട് പുറത്തേക്കോടി. അമ്മയും കൂടിയോ അവൾക്കൊപ്പം? സതി ഏണിന് കൈയും കൊടുത്തു നിന്നു. അവരൊന്ന് ചിരിച്ചും കൊണ്ട് അകത്തേക്ക് കയറി. മിത്ര എന്തേ അമ്മേ? ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ട് നേരെ പഠിക്കാൻ കയറി.
എന്തൊക്കെയോ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്ന് രാവിലെ കൂടി അവള് പറയുന്നുണ്ടായിരുന്നു. മിടുക്കി, ഇവിടെയും ഉണ്ടൊരെണ്ണം. എപ്പോ പഠിക്കുന്നെന്നോ എന്ത് പഠിക്കുന്നെന്നോ ഭഗവാൻ അറിയാം. എന്നിട്ട് ഏതേലും സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞാൽ ഒക്കെ നിവിയുടെ പുറത്തേക്ക് വെക്കും. ദൈവമേ, സപ്ലി ഒന്നുമില്ലാതെ ജയിച്ചു കയറിയാൽ മതിയായിരുന്നു. ബീഫ് മസാല പുരട്ടി വെച്ച് കൈയും കൊണ്ട് പ്രാർത്ഥിക്കുന്ന സതിയെ നീലന് സന്തോഷം അറിയാതെ നോക്കി ചിരിച്ചുപോയി. ഉച്ചയ്ക്ക് കഴിക്കാറായപ്പോഴാണ് മിത്ര പിന്നെ പുറത്തേക്ക് വന്നത്. എല്ലാവരോടും കളിച്ചും ചിരിച്ചും സംസാരിക്കുമെങ്കിലും ഇപ്പോഴും ശ്രീകുണ്ണും മിത്രയും പരസ്പരം കാണുമ്പോൾ ഒരു പുഞ്ചിരിക്കപ്പുറം ഒന്നും സംസാരിക്കാറില്ലായിരുന്നു. അതിപ്പോ കോളേജിൽ വെച്ചാണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ് രണ്ടുപേരും. ആദ്യമൊക്കെ കോളേജിൽ വെച്ച് കാണുമ്പോൾ മിത്ര പരിചയഭാവം കാണിക്കുമെന്ന് ശ്രീ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അവളൊരു ജാടയാണെന്ന് തോന്നിയിരുന്നെങ്കിലും ഇത്രയും കാലത്തെ പരിചയം വെച്ച് അവൾ ഇങ്ങനെയാണെന്ന് ഇതിനോടകം തന്നെ അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. രാവിലെ അടുക്കളയിൽ കയറി സഹായിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് ഉച്ചക്കത്തെ അടുക്കള വരെ തുടച്ചിട്ടാണ് മിത്ര എല്ലാവർക്കൊപ്പവും വന്നിരുന്നത്. വൈകിട്ട് ചായക്കൊപ്പം എന്നതാ മിത്ര കൊച്ചേ? പരിപ്പ് വട. മിത്ര നീലനെ നോക്കിയും ചിരിച്ചു. അത് പൊളിച്ചു. പക്ഷെ പ്രശ്നമുണ്ട് മിത്തു. എന്തെന്നറിയാൻ മിത്ര അവളെ തല ഉയർത്തിയും നോക്കി. ദ ഗ്രേറ്റ് ശ്രീകുട്ടൻ പരിപ്പ് വട കഴിക്കില്ല. ആണോന്നുള്ള അർത്ഥത്തിൽ മിത്ര സതിയെ ഒന്ന് നോക്കി. അവിടുത്തെ എക്സ്പ്രഷൻ അതിനെ ശരിവെക്കും പോലെ ആയിരുന്നു. ശ്രീകുണ്ണൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇതിലൊന്നും അല്പം പോലും താല്പര്യമില്ലാത്ത പോലെയായിരുന്നു അവന്റെ പെരുമാറ്റം. വൈകിട്ടത്തെ ചായയുടെ കൂടെ മറ്റുള്ളവരെല്ലാം പരിപ്പുവട കഴിച്ചപ്പോ കോഫിക്കൊപ്പം കിട്ടിയ കുഞ്ഞ് ഉൾവടയ്ക്കപ്പുറം അകന്നു പോകുന്ന കൊലുസിന്റെ ശബ്ദം അറിയാതെയാണെങ്കിലും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിയിച്ചിരുന്നു. ശാന്തനു, തന്റെ ക്ലാസ് അല്ലേ ഫൈനൽ DC? അതെ മാഡം, എന്തു പറ്റി? അറിയില്ലടോ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പിള്ളേരെല്ലാം കൂടി അങ്ങോട്ട് ഓടുന്നു കണ്ടു. എന്തോ പ്രപ്പോസൽ എന്നോ PG എന്നോ ഒക്കെ കൂവുന്ന കേട്ടു. എനിക്ക് പ്രിൻസിയുടെ റൂമിലേക്ക് അർജന്റായി പോകണമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ പോയി നോക്കിയേനെ. അത് പോട്ടെ, താൻ എന്തായാലും അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കിയേ. എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആശങ്കയോടൊന്ന് മൂളി ശ്രീകുട്ടൻ അപ്പോഴേക്കും സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ക്ലാസ്സിന് മുന്നിലെത്തിയതും കണ്ടു തടിച്ചു കൂടി നിൽക്കുന്ന പിള്ളേര് കൂട്ടങ്ങളെ. അവനെ കണ്ടതും പിള്ളേര് പതുക്കെ സൈഡിലേക്ക് ഒതുങ്ങാൻ തുടങ്ങി. അവസാനം ക്ലാസ്സിലേക്ക് കയറിയപ്പോഴാണ് കാണുന്നത് കയ്യിലൊരു റോസിന്റെ ബൊക്കയുമായി മുട്ടുകാലിൽ പ്രപ്പോസ് ചെയ്യാനെന്ന് പോലിരിക്കുന്ന ഒരു ചെറുക്കനും അതിനു മുന്നിൽ പേടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മിത്രയും. ഒരു നിമിഷം കൊണ്ട് ശ്രീയുടെ ദേഷ്യം പാരമ്യതയിലെത്തി. വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ഓൺ ഹിയർ? ഇത്രയും ഉച്ചത്തിൽ അവന്റെ സ്വരം കേട്ടതും പിള്ളേരെല്ലാം ഞെട്ടിപ്പോയി. ഒപ്പം മിത്രയ്ക്ക് മുന്നിൽ നിന്ന ചെറുപ്പക്കാരൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എഴുന്നേറ്റു. ഹൂ ആർ യു? ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദിസ് ക്ലാസ് മിസ്റ്റർ? സർ, അത് ചെറുക്കൻ ഒന്ന് പതറി. ഐ ആം ആസ്കിങ് സംതിങ്. സർ, അത് ഞാൻ മൈത്രേയിയോട്. സ്റ്റോപ്പ് ദി നോൺസെൻസ് ആൻഡ് ജസ്റ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ് റൂം. സർ, ഔട്ട്. അവന്റെ അത്രയും ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും പിള്ളേർ 4 വഴിക്കായിട്ട് ഓടി. നിങ്ങളൊക്കെ എന്ത് ഫ്രണ്ട്സാ? കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി നിന്ന് കരയുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണോ വേണ്ടത്? നിങ്ങൾ ആരെങ്കിലും അവനോടൊന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു. കോളേജിലായാലും സ്കൂളിലായാലും അതിപ്പോ പെൺകുട്ടികളും ആയിക്കട്ടെ അല്ലെങ്കിൽ ആൺകുട്ടികളായിക്കോട്ടെ, കൂട്ടത്തിലുള്ള അവളുടെ ഫ്രണ്ട്സിൽ ഓരോ അച്ഛനും അർപ്പിക്കുന്നൊരു വിശ്വാസമുണ്ട്. അതിപ്പോ കൂട്ടുകാർ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ വിശ്വാസം വളരെ വലുതായിരിക്കും. പക്ഷെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോഴും മിത്ര നിന്നിടത്തു നിന്ന് തന്നെ കണ്ണും തുളച്ച് നിൽപ്പുണ്ട്. അത് കണ്ടതും ശ്രീകുണ്ണ് പോയ ദേഷ്യം അതുപോലെ തിരിച്ചെത്തി. ഞാനിത് ആരോടാ പറയുന്നേ? നമുക്കിഷ്ടമില്ലാത്ത കാര്യം ആരെങ്കിലും ചെയ്യുമ്പോൾ നോന്ന് പറയാൻ കഴിവില്ലാത്ത നിന്നെയൊക്കെ എന്താ വേണ്ടേ? ആദ്യം നമ്മൾ വേണം നമ്മളെ സംരക്ഷിക്കേണ്ടത്. എന്നാലേ മറ്റൊരാൾക്ക് നമ്മളെ സഹായിക്കാൻ തോന്നും. അല്ലാതെ ഇങ്ങനെ മോങ്ങിക്കൊണ്ട് നിൽക്കുന്നവരൊന്നും ഒരാളും തിരിഞ്ഞു നോക്കില്ല. ശ്രീകുണ്ഠ ദേഷ്യം കണ്ടതും മിത്രയുടെ ഏങ്ങലടി പിന്നെയും കൂടി. ദേവാ, കരച്ചിൽ നിർത്തുന്നുണ്ടോ നീ? എടി, നിന്നോടാ പറഞ്ഞത് നിർത്താൻ. പല്ല് ഞെരിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നവൻ പറഞ്ഞു. കുട്ടികൾ എല്ലാവരും രണ്ടുപേരെയും വല്ലാത്തൊരു ദൃഷ്ടിയോടെ മാറി മാറി നോക്കി. ആദ്യമായാണ് ശ്രീകുണ്ഠന്റെ ഇങ്ങനൊരു ഭാവം കുട്ടികൾ കാണുന്നത്. പെൺകുട്ടികൾ നോക്കി ചിരിക്കുമ്പോൾ പുഞ്ചിരിക്കാൻ പോലും മടിച്ചു നടക്കുന്നവൻ
ഇന്നൊരു പെൺകുട്ടിക്ക് വേണ്ടി ഇത്രയും ചാടിത്തുള്ളിയത് ചിലരുടെ മനസ്സിലെങ്കിലും കല്ലുകടി സൃഷ്ടിച്ചതിന്റെ ബാക്കി പത്രമായിരുന്നു ആ നോട്ടം. അതെന്തായാലും കൃത്യമായി തന്നെ ശ്രീകുണ്ടിന് മനസ്സിലായി. ദേവ എന്റെ കസിനാണ്. ഇവളുടെ ഇവിടുത്തെ ലോക്കൽ ഗാർഡിയൻ ഞാനാ. അത് കേട്ടതും പിള്ളേരെല്ലാം പരസ്പരം ഒന്ന് നോക്കി. ദേവ, നീ ഒന്ന് പോയി മുഖം കഴുകിയിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വാ. അത്രയും പറഞ്ഞവൻ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. ചുറ്റുമുള്ള ആരെയും ശ്രദ്ധിക്കാതെ അവൾ പുറത്തേക്കിറങ്ങിയതും ചിത്ര എവിടുന്നോ ഓടിപ്പിടിച്ച് പാഞ്ഞെത്തി. മിത്രയുടെ ഒരേ ഒരു ഫ്രണ്ടാണ് ചിത്ര. മിത്തു, എന്താടി? കേൾക്കാനിരുന്ന പോലെ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ ഒന്നും പറയണ്ട, ഞാനൊക്കെ അറിഞ്ഞു, ബാ. അവളൊന്ന് നേരെയായതും ശ്രീകുട്ടൻ പറഞ്ഞതോർത്ത് ചിത്രയ്ക്കൊപ്പം സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. ചെല്ല്, ഞാൻ പുറത്തു കാണും. ചിത്രേ, ഒന്നുമില്ലടി, ഞാനില്ലേ, പോയിട്ട് വായോ. മിത്ര പേടിച്ച് പേടിച്ച് അകത്തേക്ക് ചെന്നു. മുന്നിലൊരു നിഴലനക്കം കണ്ടതും വായിച്ചുകൊണ്ടിരുന്ന ജേണൽ സൈഡിലേക്ക് ഒതുക്കി അവൻ തല ഉയർത്തി നോക്കി. ഇരിക്ക്, മുന്നിലെ കസേര ചൂണ്ടിക്കാണിച്ചവൻ പറഞ്ഞു. അവനെയും കസേരയും മാറി മാറി നോക്കിക്കൊണ്ട് ചുരിദാർ ഷോളിൽ തേരു പിടിച്ചു നിന്നു അവൾ. പറഞ്ഞത് കേട്ടില്ലേ ദേവാ? സ്വരത്തിന്റെ ഭാവം മാറിയതും അവൾ പെട്ടെന്ന് തന്നെ ഇരുന്നു. ആരായിരുന്നു ആ ചെറുക്കൻ? നിനക്ക് നേരത്തെ അറിയാമോ അവനെ? അത് കാശിയേട്ടനാണ്. ഇവിടെ ഫൈനൽ PG. ഇഷ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന്. അപ്പോഴേക്കും പിന്നെയും ആ കണ്ണ് നിറഞ്ഞൊഴുകി. ഏയ് ദേവാ, എന്താടോ ഇത്? താൻ കണ്ണു തുടച്ചേ. പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് കൊടുത്തവൻ. ഇവിടേക്ക് വിളിപ്പിച്ചത് ക്ലാസ്സിൽ കൊടുത്തതിന്റെ ബാക്കി വഴക്ക് പറയാനാണെങ്കിലും മുന്നിലിരുന്ന് കരയുന്നവളെ ആശ്വസിപ്പിക്കാനാണ് അപ്പോഴവന് തോന്നുന്നത്. ദേവാ, നീ നിർത്തുന്നുണ്ടോ? അതോ ഞാൻ ഇനിയും ദേഷ്യപ്പെടണോ? പെട്ടെന്നവൾ മിഴികൾ ഉയർത്തി അവനെ സങ്കടത്തോടെ നോക്കി. അപ്പോ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കഥ തുടക്കമായതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പ്. അപ്പോൾ ഒപ്പം ഉണ്ടാവണേ. നന്ദി.